അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരം നിർബന്ധമായതിനെ കുറിച്ചോ നിസ്കരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള ശിക്ഷകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചോ പറയാൻ വേണ്ടി വന്നതല്ല. നിസ്കാരത്തിന്റെ സമയം, ആ സമയത്തിനുള്ള പ്രാധാന്യം, അത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സാധാരണ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത്. നിസ്കാരം ആ സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ നമ്മളിൽ പല ആളുകളും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിസ്കാരത്തിന് ആ സമയത്തിൽ നിന്ന് പിന്തിച്ച് നിസ്കാരം കള ആയി പോവുക പോലും ചെയ്യുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ ലളിതമായി മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഉസ്താദ് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്നാലും കാണാത്ത ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് ഇവിടെ കാണിക്കുകയാണ്. ആ നിസ്കാരത്തിന്റെ സമയത്തിന്റെ പ്രാധാന്യം നമുക്കതിലൂടെ മനസ്സിലാകും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. സ്ഥിരമായി നിസ്കരിക്കുന്ന ആളുകൾ പോലും ഒരു പരിഗണനയും കൊടുക്കാത്ത ഒന്നാണ് നിസ്കാരത്തിന്റെ സമയം. ചെറിയ ചെറിയ കാരണങ്ങൾ മതി നിസ്കാരത്തെ കള ആക്കാൻ. എന്നാൽ യഥാർത്ഥത്തിൽ ഫിഖ്ഹിന്റെ നിയമം അനുസരിച്ച് നിസ്കാരത്തിന്റെ 14 ഫർദുകൾക്കും മറ്റ് 5 ഷർത്തുകൾക്കും ഇല്ലാത്ത അത്ര പ്രാധാന്യം നിസ്കാരത്തിന്റെ സമയത്തിനുണ്ട്. ബാക്കി എല്ലാ വിഷയങ്ങളും അഡ്ജസ്റ്റബിൾ ആണ്. നിൽക്കാൻ കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാനും ഇരിക്കാൻ കഴിയാത്തവന് കിടന്ന് നിസ്കരിക്കാനും ഇസ്ലാം അനുവദിക്കുമ്പോൾ, ഒതുവെടുക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തൈമം ചെയ്ത് നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുമ്പോൾ, വസ്ത്രമില്ലാത്തവന് വസ്ത്രമില്ലാതെ നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുമ്പോൾ, സമയത്ത് വിട്ട് പിന്നിക്കാൻ ഇസ്ലാം ഒരു നിലയ്ക്കും അനുവാദം നൽകുന്നില്ല. നിസ്കാരം കള ആകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ മറ്റെന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിച്ചിരിക്കണം. ഒതുവില്ലാത്തവൻ തൈമം ചെയ്ത് നിസ്കരിക്കണം. തൈമം ചെയ്യാൻ മണ്ണ് കിട്ടിയിട്ടില്ലെങ്കിൽ അശുദ്ധിയോടുകൂടെ നിസ്കരിക്കണം. നെജസ് ശുദ്ധിയാക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നെജസോടുകൂടെ നിസ്കരിക്കണം. ഉടുക്കാൻ വസ്ത്രം കിട്ടിയില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. നെജസിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടവൻ ആ നെജസോടുകൂടെ നെജസിൽ നിന്ന് നിസ്കരിക്കണം. പക്ഷേ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിത്തടം സുജൂദിൽ വെക്കേണ്ടതില്ല. ഇതാണ് സമയത്തിന്റെ പ്രാധാന്യം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമായ ആരാധനയാണെന്ന്, അതുകൊണ്ട് തന്നെ കുളിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ്, ഡ്രസ്സ് അഴുക്കാണെന്ന കാരണം പറഞ്ഞ്, കല്യാണത്തിന്റെ തിരക്കാണെന്ന കാരണം പറഞ്ഞ്, ജോലിയുടെ തിരക്കാണെന്നുള്ള കാരണം പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിട്ടാണ് നിസ്കാരത്തെ കള ആക്കുക എന്നത്. അതിൽ ഉസ്താദ് പറഞ്ഞ പല കാര്യങ്ങളും അത് അത്രയും ബുദ്ധിമുട്ടാകുന്ന സമയത്താണ്. അതായത് ഒരാൾക്ക് വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രവും അദ്ദേഹത്തിന് ധരിക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നുള്ളത്. എന്നാൽ ആ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ആ നഗ്നതയോടുകൂടെ അദ്ദേഹം നിസ്കരിക്കണം എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നജസ് ഉണ്ട്. ആ നജസ് നീക്കാനുള്ള ഒരു സംവിധാനവും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. വെള്ളമില്ല, അല്ലെങ്കിൽ ആ ഡ്രസ്സ് മാറ്റാനുള്ള വകുപ്പില്ല, ഒരു സംവിധാനവുമില്ല. അത്രയും ബുദ്ധിമുട്ടിയാലാണ് ആ കഥ പറയുന്നുള്ളത്. അല്ലാതെ ആ ശരീരത്തിൽ നജസ് ഉണ്ട്, അത് നമുക്ക് വിചാരിച്ചാൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ. അത് വേണ്ട, ഏതായാലും നിസ്കാരത്തിന് സമയമല്ലേ എന്ന് പറഞ്ഞ് നിസ്കരിക്കരുത്. എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ അത് നീക്കണം, എന്നിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നജസ് നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആ നജസോട് കൂടി നിസ്കരിക്കണം എന്നുള്ളതാണ് ഉസ്താദ് പറഞ്ഞത്. പിന്നെ അതൊക്കെ മടക്കി നിസ്കരിക്കണോ എന്നുള്ളത് അത് വേറൊരു മസലയാണ്. ആ സമയത്തിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നുള്ളത്. അല്ലാഹു തആല എല്ലാ നിസ്കാരങ്ങളും ആ സമയത്ത് തന്നെ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.